ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ കോമ്പിനേഷൻ സ്കിന്നുകാരുടെ റുട്ടീൻ പറഞ്ഞു, അതോടൊപ്പം തന്നെ ഓയിലി പറഞ്ഞു, സെൻസിറ്റീവ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഡ്രൈ സ്കിന്നിനെ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നോർമൽ ആയിട്ടുള്ള സ്കിൻ ടൈപ്പുകാർക്ക് പറ്റിയ സ്കിൻ കെയർ റുട്ടീൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊരു സ്കിൻ ടൈപ്പ് റുട്ടീൻ പോലെയും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ക്ലെൻസറാണ്. അപ്പോൾ നോർമൽ സ്കിന്നുകാർ യൂസ് ചെയ്യേണ്ട ക്ലെൻസർ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ജെൻറ്റിൽ ആയിട്ടുള്ള നോൺ ഫോമിംഗ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യണം. AM ആൻഡ് PM റുട്ടീൻ, അതായത് 2 ways യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം, മോർണിംഗും നൈറ്റും. അതോടൊപ്പം തന്നെ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തിനാണ് നമ്മൾ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്? ഡേർട്ടും ഇമ്പ്യൂരിറ്റീസും ഓയിൽസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്കിന്നിൽ നിന്ന് പുറം തള്ളാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ സ്കിൻ ഒട്ടും തന്നെ സ്ട്രിപ്പിംഗ് ചെയ്യാത്ത ടൈപ്പും അതോടൊപ്പം തന്നെ നന്നായിട്ട് ഡേർട്ടും ഇമ്പ്യൂരിറ്റീസൊക്കെ റിമൂവ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ അബ്സോർവ് ചെയ്യാൻ തക്ക നമ്മുടെ നാച്ചുറൽ ഓയിൽ ഒരു കാരണവശാലും നമ്മുടെ സ്കിന്നിൽ നിന്ന് പോകരുത്. പക്ഷേ ആവശ്യമില്ലാത്ത എക്സസ് ഓയിൽ വേണം നമ്മുടെ സ്കിന്നിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ മോയ്സ്ചറൈസറാണ്. അപ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പം എപ്പോഴും നല്ലൊരു സ്മൂത്ത് ആൻഡ് ഹൈഡ്രേഷൻ നല്ല സപ്പിളാക്കി വെക്കാനും നല്ലൊരു സൂത്തിങ് എഫക്റ്റ് ഒക്കെ നൽകുന്ന മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എസ്പെഷ്യലി നിങ്ങൾ ഓയിലി സ്കിന്നുകാരെ പോലെ ജെൽ ബേസ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് എപ്പോഴും ക്രീമി ബേസ് ആയിട്ട് വരുന്ന മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. എങ്കിലും നമ്മുടെ സ്കിന്നിന്, അതായത് നമ്മുടെ ഫേസ് ഒന്നും ക്ലോഗ്ഡ് ആക്കാത്ത, പോഴ്സ് ഒന്നും ക്ലോഗ്ഡ് ആക്കാത്ത ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ് ആൻഡ് സ്കിൻ കണ്ടീഷൻ, നോർമൽ സ്കിന്നാണെങ്കിലും ചിലർക്ക് മേ ബി ആക്നീസ് ഒക്കെ അവരുടെ സ്കിന്നിൽ ഉണ്ടാവാം. സോ ആക്നീസും കൂടെ റെഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക. അതായത് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യാനും നമ്മുടെ ആ ഒരു സ്കിന്നിൽ മോയ്സ്ചറൊക്കെ നല്ല രീതിക്ക് ലോക്ക് ചെയ്ത് നിർത്താനുള്ള ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈലറോണിക് ആസിഡിന് പറ്റും. അതോടൊപ്പം തന്നെ ഗ്ലിസറിൻ ബേസ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് നല്ലതാണ്. അതായത് നമ്മുടെ സ്കിന്നിൽ നിന്ന് മോയ്സ്ചർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതായത് മോയ്സ്ചർ ലോസ് തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഹൈലറോണിക് ആസിഡ്, ഗ്ലിസറിനൊക്കെ. അപ്പോൾ ഇതൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ 2 സ്റ്റെപ്സും നമ്മൾ പറഞ്ഞു. ഇതിനൊക്കെ നമുക്ക് വേണ്ട കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടല്ലോ. നല്ല ക്ലെൻസേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ നോർമൽ സ്കിന്നുകാർക്കൊക്കെ പറ്റിയ നല്ലൊരു ക്ലെൻസർ നോക്കുകയാണെങ്കിൽ സെറ്റഫിലിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ നല്ലതാണ്. ഡെർമാക്കോ നല്ലതാണ്. പിലിക്രിം കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ മാമാർത്ത് വലിയ കുഴപ്പമില്ല. ഇതൊക്കെ നല്ല പ്രൊഡക്ട്സ് ആണ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ന്യൂട്രിഡേം നല്ലതാണ്, പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഡേംഡോക്ക് ഇപ്പം അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആണ്. ഡെർമാവൈമ് നല്ലതാണ്, പക്ഷേ കുറച്ച് എമൗണ്ട് വൈസിൽ കുറച്ചൊരു വേരിയേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു 2 സ്റ്റെപ്സ് നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. അതായത് ആപ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മൂന്നാമത്തെ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ സൺസ്ക്രീൻ നമ്മൾ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്? പ്രൊട്ടക്റ്റിംഗ്, അതായത് ഫ്രം സൺ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പം എപ്പോഴും ഓയിൽ ഫ്രീ ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള, നിങ്ങളുടെ സ്കിന്നിൽ ഹെവി ഫീലിംഗ് ഇല്ലാത്ത സൺസ്ക്രീൻസ് വേണം യൂസ് ചെയ്യാൻ. പിന്നെ അതോടൊപ്പം തന്നെ ഇൻ കേസ് ഇനിയിപ്പോൾ വീട്ടിലാണെങ്കിൽ ജസ്റ്റ് ഒരു അതിനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. 30 ആണെങ്കിലും കുഴപ്പമില്ല SPF കണ്ടന്റ് നോക്കുകയാണെങ്കിൽ. പക്ഷേ എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് SPF 50 അല്ലെങ്കിൽ 50 എബവ് ഉള്ള സൺസ്ക്രീൻസ് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നോൺ സ്റ്റിക്കി, നോൺ ഗ്രീസി ആയിട്ടുള്ള, നമ്മുടെ സ്കിന്നിന് ഓവർ ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്യാത്ത, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യുന്ന തരത്തിലുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സൺസ്ക്രീനിൽ നിങ്ങൾ മറന്നു പോകാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. നമ്മൾ ഓരോ 2 അല്ലെങ്കിൽ 3 അവേഴ്സ് കഴിയുമ്പം റീഅപ്ലൈ ചെയ്ത് കൊടുക്കാനും കൂടെ വേണ്ടി ശ്രദ്ധിക്കുക. റീഅപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് നമ്മുടെ നേരത്തെ ആ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത അംശമൊക്കെ നമ്മുടെ ഫേസിലുണ്ടെങ്കിൽ അതിന് പുറമെ അപ്ലൈ ചെയ്യാണ്ട് ഒന്ന് വാഷ് ഓഫ് ചെയ്തതിന് ശേഷം റീഅപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ബ്രൈറ്റനിങ്, അതായത് ട്രീറ്റിംഗ് എന്നാണ് ഈ ഒരു സ്റ്റെപ്പിനെ പറയുന്നത്. ബ്രൈറ്റനിങ്ങും നല്ലൊരു ഹൈഡ്രേഷനും പിന്നെ ഡാർക്ക് സ്പോട്ട്, സ്കാസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് സിറംസ്. അപ്പോൾ ട്രീറ്റിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ മെയിനായിട്ട് വരുന്നത് മറ്റൊന്നുമല്ല, സിറംസ് ആണ്. അപ്പോൾ സിറംസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ആൻഡ് സ്കിൻ കൺസേൺ അനുസരിച്ചിട്ടുള്ള സിറംസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ബ്രൈറ്റനിങ്, ഹൈഡ്രേഷനൊക്കെ കൊണ്ടുവരുന്നത്, ഹൈഡ്രേഷൻ നമുക്കറിയാം ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള സിറംസ് യൂസ് ചെയ്താൽ മതി. ബ്രൈറ്റനിങ് വേണ്ടി നമ്മൾ നോർമലി സെലക്ട് ചെയ്യുന്നത് വൈറ്റമിൻ C ഇൻക്ലൂഡ് ആയിട്ടുള്ള സിറംസ് ഒക്കെയാണ്. പിന്നെ നമ്മുടെ സ്കിന്നിന് ഓവറായിട്ട് സ്റ്റിക്കി ഒന്നും തോന്നാത്ത തരത്തിലുള്ള സിറംസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക.
ഇപ്പോൾ 5 ഡേയ്സ് അല്ലെങ്കിൽ 3 ഡേയ്സ് ഒക്കെ കൊണ്ടിട്ട് സ്കാസും പിഗ്മെൻറ്റേഷനും പിന്നെ നല്ലൊരു ഗ്ലോ ഒക്കെ തരുന്ന പലതരത്തിലുള്ള സിറംസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിലിഗ്രിമിൻ്റെ ഗ്ലോ സിറം ഇല്ലേ, വൈറ്റമിൻ സി 10% ആണ് കേട്ടോ കോൺസെൻട്രേഷൻ ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിറമാണ്. അപ്പോൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സൺസ്ക്രീനിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി സിറംസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി മറ്റൊരു സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഐ ക്രീം അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഐ ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുന്ന പഫിനെസ്സും പിന്നെ ഡാർക്ക് സർക്കിളും അണ്ടർ ഐ ബാഗ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഐ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള നല്ല രീതിക്ക് സൂത്തൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊന്ന് നറിഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഐ ക്രീംസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഐ ക്രീം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു റിംഗ് ഫിംഗർ വെച്ചിട്ട് ജെൻറ്റിലി മസാജ് ഓവർ ചെയ്യുക, അതായത് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ക്യുക്കല്ല ഫുള്ളി അബ്സോർബ് ആയെന്ന് നമുക്ക് ഉറപ്പ് വരുന്നിടം വരെ നമ്മൾ ജെൻറ്റിലി, അതായത് വളരെ ജെൻറ്റിലായിട്ട് വേണം. ഒരു കാരണവശാലും ഭയങ്കര റഫ് ആൻഡ് ഹാഷ് ആയിട്ട് നമ്മൾ മസാജ് ഓവർ ചെയ്യരുത്. എപ്പോഴും ഈ റിംഗ് ഫിംഗർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതാണ് കേട്ടോ. ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നൈറ്റ് ക്രീം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നൈറ്റ് ക്രീം നമ്മൾ നമ്മുടെ ബെഡിലേക്ക് പോകുന്നതിന് ബിഫോറായിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാണ് നൈറ്റ് ക്രീം അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെൽസ് ഒക്കെ റീജനറേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും നൈറ്റ് ക്രീം അപ്ലൈ ചെയ്യുമ്പം. അപ്പോൾ നമ്മുടെ ഓരോരുത്തരെയും സ്കിൻ ടൈപ്പ് ആൻഡ് സ്കിൻ കൺസേൺ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏജും കൂടെ മുന്നിലെടുത്തിട്ട് വേണം നിങ്ങൾ നൈറ്റ് ക്രീംസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് റെറ്റിനോളൊക്കെ ആണെങ്കിൽ ഒരു 25 above 30 ആ ഒരു ഏജിൽ വേണം നമ്മൾ എടുത്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് നമ്മൾ എടുക്കരുത്. അപ്പോൾ റെറ്റിനോളിൻ്റെ കോൺസെൻട്രേഷനൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. റെറ്റിനോൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്കിന്നിന് നല്ലൊരു മാജിക്കൽ ഗ്ലോ ഒക്കെ തരും, പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത്രയും കെയർ എടുത്ത് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പം ചെറിയ കുട്ടികൾ, അതായത് ഒരു 17 ആ ഒരു റേഞ്ചിലൊന്നും നിങ്ങൾ ഈ റെറ്റിനോൾ ക്രീം അപ്ലൈ ചെയ്ത് തുടങ്ങണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഏജിൻ്റെ കാര്യമൊക്കെ കൺസേൺ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. നൈറ്റ് ക്രീം എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി, ഹൈലറോണിക് ആസിഡ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള നൈറ്റ് ക്രീംസ് അവൈലബിൾ ആണ്. സോ അത്തരത്തിലുള്ള നൈറ്റ് ക്രീംസ് യൂസ് ചെയ്യുക കേട്ടോ. അതായത് ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ നൈറ്റ് ക്രീംസിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കോൺസെൻട്രേഷൻ വൈസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് നന്നായിട്ട് നോക്കിയിട്ട് വേണം നിങ്ങളുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നൈറ്റ് ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് നമ്മൾ കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുന്നേയല്ല, ഒരു 10 മണി റേഞ്ചിലെങ്കിലും നമ്മൾ നൈറ്റ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. അതായത് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നെയെങ്കിലും നമ്മൾ മാക്സിമം നമ്മുടെ സ്കിന്നിൽ നൈറ്റ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമുള്ളൂ ആ ഒരു നൈറ്റ് ക്രീം അപ്ലൈ ചെയ്തതിൻ്റെ എക്സാക്റ്റ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഭയങ്കര സിമ്പിളാണെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് മറ്റ് സ്കിൻ ടൈപ്പ് പോലെ തന്നെയാണ് സ്കിൻ കെയർ റുട്ടീനൊക്കെ. അപ്പോൾ നോർമൽ സ്കിൻ്റെ ആകുമ്പം കുറച്ച് ഡിഫറൻസ്, അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിലെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിസ്റ്റ് ഔട്ട് ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഈസി ആയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ.